പെസഹ വ്യാഴാഴ്ചയുടെ വലിയ ഓർമ്മയിലേക്ക് ഇതാ നമ്മൾ എത്തി നിൽക്കുകയാണല്ലോ. 3 കാര്യങ്ങളാണ് ഈ പെസഹ വ്യാഴാഴ്ച നമ്മൾ പ്രത്യേകമായിട്ടും അനുസ്മരിക്കുന്നത്. വിശുദ്ധ കുർബാന സ്ഥാപനത്തിന് മുമ്പായി, പൗരോഹിത്യ സ്ഥാപനത്തിന് മുമ്പായി ഈശോനാഥൻ തൻ്റെ വത്സല ശിഷ്യന്മാരായ അപ്പസ്തോലന്മാരുടെ പാദങ്ങൾ കഴുകിയതിൻ്റെ ആ വിശുദ്ധമായ ഓർമ്മ നമ്മൾ അനുസ്മരിക്കുന്നു. രണ്ടാമതായിട്ട് കർത്താവായ ഈശോ ഈ മനുഷ്യമക്കളോടുള്ള തൻ്റെ അതീവ സ്നേഹം ലോകാവസാനം വരെ ഉണ്ടാകുവാനായിട്ട് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു. മൂന്നാമതായി ആ വിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യുവാൻ, ആ ബലിയർപ്പിക്കുവാൻ പൗരോഹിത്യമെന്ന വലിയ കുദാശ സ്ഥാപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ പെസഹ വ്യാഴാഴ്ച ഈ ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഓരോരുത്തരും ബലിയർപ്പിക്കുന്ന, നേതൃത്വം കൊടുക്കുന്ന പുരോഹിതനും ബലിയർപ്പിക്കുവാൻ വരുന്ന നമ്മളും എല്ലാ ദൈവജനം മുഴുവനും ആയിരിക്കേണ്ട മനസ്സ് ഈശോയുടെ മനസ്സാണ്, കാല് കഴുകുന്ന മനസ്സാണ്, വിനീത ഹൃദയത്തിൻ്റെ മനസ്സാണ്, ദാസന്റെ മനസ്സാണ് സ്വീകരിക്കേണ്ടത്. അപ്രകാരമുള്ള മനസ്സോടുകൂടിയ വ്യക്തികൾക്ക് മാത്രമേ വിശുദ്ധ കുർബാനയുടെ പൂർണ്ണതയിലേക്കും വിശുദ്ധ കുർബാന ഏറ്റവും സന്തോഷപൂർവ്വവും യോഗ്യതാപൂർവ്വവും അർപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അത്രമാത്രം ശ്രേഷ്ഠമാണല്ലോ ആ ധന്യമായ വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന സ്നേഹത്തിന്റെ കുദാശയാണ്. ഈശോനാഥന് നമ്മളുള്ള അതീവ സ്നേഹം പ്രകടമാക്കുവാൻ നമുക്ക് നൽകിയ വലിയ സമ്മാനമാണ് പരിശുദ്ധ കുർബാന. തൻ്റെ സജീവ സാന്നിധ്യം പരിശുദ്ധ കുർബാനയിലൂടെ ബലിയർപ്പിക്കുവാൻ വരുന്ന ഓരോരുത്തരിലും അത് കൂടുതൽ അനുഭവവേദ്യമാകുവാൻ, അത് പൂർണ്ണമായിട്ടും അനുഭവിക്കുവാനായിട്ട് വിശുദ്ധ കുർബാന സഹായമാകുന്നു. ആ വിശുദ്ധ കുർബാനയിലൂടെ കർത്താവിൻ്റെ ആ ജീവിത രഹസ്യങ്ങൾ, ജീവിതാനുഭവങ്ങൾ നമ്മുടെ ഓർമ്മയിലേക്ക് എത്തുമ്പോൾ കർത്താവ് സജീവനായി നമ്മോടൊപ്പം വസിക്കുന്ന ആ വിശുദ്ധമായ ഓർമ്മയിലേക്ക്. എന്നാൽ എത്രമാത്രം വലിയ മനസ്സോടുകൂടെയാണ് നമ്മൾ ആ വിശുദ്ധ കുർബാന നമ്മൾ പങ്കുചേരുവാനായിട്ട് വരുന്നത്. ഈശോയുടെ തിരു സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഈശോയോടൊപ്പം ബലിയർപ്പിക്കുന്ന മക്കളാകുവാനായിട്ട് നമുക്ക് ഏവർക്കും ഇടയാകട്ടെ. മൂന്നാമതായിട്ട് ഇപ്രകാരം ആ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ, ദൈവത്തിന് ബലിയർപ്പിക്കുവാൻ, ദൈവജനത്തോടൊപ്പം ആ ബലിയാകുവാൻ ഇതാ പുരോഹിതന് കടമയുണ്ട്. പുരോഹിതന്റെ ആ ചൈതന്യം അതാണ്. അപ്രകാരം ബലിയർപ്പിക്കുവാനായിട്ട് ഒരു വ്യക്തിയെ പ്രാപ്തനാക്കിയത് ആ പൗരോഹിത്യ സ്ഥാപനത്തിലൂടെയാണ്. അപ്പസ്തോലന്മാർക്കാണ് വലിയ അധികാരം നൽകപ്പെട്ടത്. അപ്പസ്തോലന്മാരിലൂടെ മെത്രാന്മാർക്കും, മെത്രാന്മാരുടെ കയ്യൊപ്പ് ശുശ്രൂഷയിലൂടെ നമുക്കും ഓരോ പുരോഹിതനും ആ വലിയ അനുഗ്രഹം സ്വന്തമായി. അപ്പോൾ എത്ര ധന്യമായൊരു ജീവിതം, എത്ര സമുന്നതം പൗരോഹിത്യം എന്ന് പാടുന്നുണ്ട്. എത്രയോ ധന്യമാണ് പൗരോഹിത്യം. ദൈവത്തിനായിട്ട് ബലിയർപ്പിക്കുവാൻ, ദൈവജനത്തിന് നേതൃത്വം കൊടുക്കുവാൻ ഒരു പുരോഹിതന്റെ ചൈതന്യം എത്രമാത്രം മഹത്തരമാണെന്ന് കൂടെ ഈശോ പഠിപ്പിക്കുകയാണല്ലോ പൗരോഹിത്യ സ്ഥാപനത്തിലൂടെ. ഈ ധന്യമായ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ പെസഹ വ്യാഴാഴ്ച നമുക്ക് നമ്മുടെ ദിവസത്തെ നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കട്ടെ. പൂർണ്ണ വിശ്വാസത്തോടും ആത്മാർത്ഥ ഹൃദയത്തോടും എളിമ നിറഞ്ഞ മനസ്സോടും കൂടെ ഈ ദിവസം കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടതാക്കി മാറ്റുവാൻ നമുക്ക് തയ്യാറാകാം. നമുക്കതിനുവേണ്ടി പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനാപൂർവ്വം നേരുന്നു.